ഉപ്പുതറ പഞ്ചായത്തിൽ അപകടകരമായ നിലയിൽ കൂറ്റൻ പാറ. ഭീതിയുടെ നിഴലിൽ 2 കുടുംബം. ഉപ്പുതറയ്ക്കും പരപ്പനുമിടയിൽ പ്ലാത്രയിൽ ശോശാമയും കിളിരൂർ പറമ്പിൽ മാത്യു ജോസഫുമാണ് ജീവൻ പണയം വെച്ച് കഴിയുന്നത്. ശോശാമയ്ക്ക് വീട്ടിലേക്ക് കയറാനും മാർഗമില്ല. മണ്ണ് നീക്കം ചെയ്ത സ്ഥലത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാത്തതാണ് ഇവർക്ക് തിരിച്ചടിയായത്. മലയോര ഹൈവേയിൽ നിന്നും പരപ്പിനും ആലിക്കുമിടയിൽ നിർമ്മാണ ജോലികൾ നടന്നുവരുന്ന സ്ഥലത്ത് 100 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കൂറ്റൻ പാറ 2 കുടുംബങ്ങളുടെ ഉറക്കമാണ് കെടുത്തുന്നത്. പാറയോട് ചേർന്നാണ് പ്രാർത്ഥനയിൽ ശോശാമ്മ എന്നയാളുടെ വീടുള്ളത്. ഇതിലെ താഴ്ഭാഗത്താണ് കിളിരൂർ പറമ്പിൽ മാത്യു ജോസഫും ഭാര്യയും താമസിക്കുന്നത്. ഈ പാറ സ്ഥിതി ചെയ്യുന്നതിന് തൊട്ടടുത്തായാണ് കഴിഞ്ഞ ദിവസം വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഇവർ താമസിക്കുന്നതിന് അടിവാരത്തിലൂടെയാണ് പെരിയാർ നദി ഒഴുകുന്നത്. ശോശാമ്മ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. റോഡിലെ കല്ല് പൊട്ടിച്ചതോടെ വീട് വീണ്ട് അപകടാവസ്ഥയിലുമായി. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ശോശാമ്മയുടെ വീട്ടിലേക്ക് കയറുന്ന നടപ്പാതയും കരാറുകാർ തകർന്നു. സാഹസികമായിട്ടാണ് ഈ 72കാരി വീട്ടിലേക്ക് കയറുന്നത്. റോഡുമായി 2 മീറ്റർ ദൂരമാണ് വീതി കൂട്ടിയ റോഡിനുള്ളത്. റോഡിനോട് ചേർന്ന് നിൽക്കുന്ന പാറ ഇടിഞ്ഞു വീണാൽ ശോശാമ്മയുടെ വീടും നിലംപൊത്തും. ഇവിടെ റോഡിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ കരാറുകാർ തയ്യാറാകുന്നുമില്ല. എന്റെ വീട് അപകടത്തിൽ വന്നിരിക്കുക. ഇപ്പം താഴെ ഇപ്പം മുറ്റത്തിന്റെ വീട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം ഇനി അവിടെയിരിക്കുന്ന കല്ലും കൂടി എടുത്താൽ ചിലപ്പോൾ വീട് താഴെ വരും. ഇങ്ങനെയുള്ള അപകടാവസ്ഥ ഇരിക്കുക. പാറ അടർന്നു വീണാൽ റോഡിന് താഴെ താമസിക്കുന്ന കിളിരൂർ പറമ്പിൽ മാത്യു ജോസഫിന്റെയും വീട് തകരും. അപകടകരമായ നിലയിൽ സ്ഥിതി ചെയ്യുന്ന പാറ പൊട്ടിച്ചു മാറ്റുകയും റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും വേണമെന്നാണ് 2 കുടുംബങ്ങളുടെയും ആവശ്യം. ഇതുവരെ ഭീതിയിൽ കഴിയുന്ന 2 വീട്ടുകാരെയും ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും ഈ കുടുംബം ആവശ്യം ഉയർത്തുന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.